ഏവർക്കും ദിശ PSCയുടെ യൂട്യൂബ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. കേരള PSCയിലെ വളരെ പ്രധാനപ്പെട്ട സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് സ്ത്രീധന നിരോധന നിയമം. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ത്രീധന നിരോധന നിയമത്തിനെ പറ്റിയാണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സ്ത്രീധന നിരോധന നിയമം. സ്ത്രീധന നിരോധന നിയമം ഇന്ത്യയിൽ പാസ്സാക്കുന്ന വർഷമാണ് 1961. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്ക് പറയുന്നുണ്ട്, ഒരു സെക്ഷൻ പറയുന്നുണ്ട്. അതിൽ വരുന്ന ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഒരു നിയമമാണ് സ്ത്രീധന നിരോധന നിയമം. ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കിയത് 1961. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കണം? ബീഹാർ ആയിരിക്കണം. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കുന്ന സംസ്ഥാനം ബീഹാറാണ്. ബീഹാറിൽ സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കുന്ന വർഷം 1950. ഇന്ത്യയിൽ 1961 ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ മൊത്തത്തിലായിട്ട് സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കുന്നതെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കുന്ന സംസ്ഥാനം ബീഹാറാണ്. ബീഹാറിൽ സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കിയ വർഷം 1950. ഇന്ത്യയിൽ രണ്ടാമതായി സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കുന്ന സംസ്ഥാനം അത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശാണ് സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. ഇപ്പൊ ഇന്ത്യയിൽ ആദ്യം സ്ത്രീധന നിരോധന നിയമം ബീഹാറിലും ഇന്ത്യയിൽ രണ്ടാമതായി അല്ലെങ്കിൽ ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൽ സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കുന്നത് 1956. 56 ആന്ധ്രാപ്രദേശിൽ സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കുന്നുണ്ടെങ്കിലും 1958 ആന്ധ്രാപ്രദേശ് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വരുന്നത്. അപ്പൊ നമ്മുടെ ഈ സമയത്ത് തന്നെ ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം തന്നെ ബീഹാറും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശും ഒക്കെ സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കുന്നതിനെ തുടർന്ന് ഇന്ത്യ മൊത്തത്തിൽ എന്തുകൊണ്ട് സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കിക്കൂടാ എന്നുള്ള ഒരു ആശയം കേന്ദ്ര സർക്കാരിൽ ഉദിക്കുകയും കേന്ദ്ര സർക്കാർ ആദ്യമായി നമ്മുടെ രാജ്യത്ത് സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് സ്ത്രീധന നിരോധന നിയമം ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1959 ഏപ്രിൽ 24. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരു നിയമം വരണമെങ്കിൽ ലോക്സഭ പാസ്സാക്കണം, രാജ്യസഭ പാസ്സാക്കണം, ആ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കണം. അപ്പൊ അതിൽ ആദ്യ പ്രൊസീജിയർ ആയിട്ടുള്ള കേന്ദ്ര സർക്കാർ ഇത് ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. അവതരിപ്പിച്ചതിന് ശേഷം മാത്രമേ നിയമം എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? പാസ്സാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കേന്ദ്ര സർക്കാർ സ്ത്രീധന നിരോധന നിയമം ലോക്സഭയിൽ അവതരിപ്പിച്ച ഡേറ്റ് ആണ് 1959 ഏപ്രിൽ 24. ലോക്സഭ അന്ന് അവതരിപ്പിച്ച ഏപ്രിൽ 24 ലോക്സഭ അവതരിപ്പിച്ച ഈ നിയമം ലോക്സഭയിൽ പാസ്സാക്കിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ വർഷം 1959 ഡിസംബർ 9 ഈ നിയമം ആര് പാസ്സാക്കിയാണ്? ലോക്സഭ പാസ്സാക്കി. സാധാരണ നിലയിൽ ലോക്സഭ പാസ്സാക്കിയതിനു ശേഷം നിയമം ആര് പാസ്സാക്കേണ്ടി വരും? രാജ്യസഭ പാസ്സാക്കേണ്ടി വരും. അങ്ങനെ ഡിസംബർ 9 പാസ്സാക്കിയ സ്ത്രീധന നിരോധന നിയമം നേരെ ഏത് സഭയിലേക്ക് പോവുകയാണ്? രാജ്യസഭയിലേക്ക് പോകുന്നു. രാജ്യസഭ ഈ നിയമം അതേപടി പാസ്സാക്കിയില്ല. അതായത് ലോക്സഭ 59 ഡിസംബർ 9 പാസ്സാക്കിയ സ്ത്രീധന നിരോധന നിയമം അതേപടി ആര് പാസ്സാക്കിയിട്ടില്ല? നമ്മുടെ രാജ്യസഭ പാസ്സാക്കിയില്ല. പകരം രാജ്യസഭ ഇതിൽ ചെറിയ ഭേദഗതികൾ വരുത്തി. ലോക്സഭ പാസ്സാക്കിയ നിയമത്തിൽ ചെറിയ ഭേദഗതികൾ വരുത്തി ആര് പാസ്സാക്കുകയാണ്? രാജ്യസഭ പാസ്സാക്കി. ആ ഭേദഗതി വരുത്തിയ സ്ത്രീധന നിരോധന നിയമം രാജ്യസഭ പാസ്സാക്കുന്നത് 1960 നവംബർ 30. ഓക്കെ ആണോ? അപ്പൊ 59 ഡിസംബർ 9 ലോക്സഭ പാസ്സാക്കിയ സ്ത്രീധന നിരോധന നിയമം അല്ല 60 നവംബർ 30 രാജ്യസഭ പാസ്സാക്കിയത്. ആ നിയമത്തിൽ രാജ്യസഭ എന്തു വരുത്തി? ഭേദഗതി വരുത്തിയതിനു ശേഷമാണ് നിയമം പാസ്സാക്കുന്നത്. 1960 നവംബർ 30 രാജ്യസഭ ഭേദഗതി വരുത്തി പാസ്സാക്കിയ സ്ത്രീധന നിരോധന നിയമം ലോക്സഭ അംഗീകരിക്കാൻ തയ്യാറായില്ല. ലോക്സഭ ആദ്യം പാസ്സാക്കിയ നിയമം രാജ്യസഭയും രാജ്യസഭ ഭേദഗതി വരുത്തി പാസ്സാക്കിയ നിയമം ലോക്സഭയും അംഗീകരിക്കാത്ത ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് വരികയുണ്ടായി. തുടർന്ന് ഈ രണ്ട് സഭകളുടെയും കൺഫ്യൂഷൻ തീർക്കാനായിട്ട് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം തീരുമാനമാക്കാനായിട്ട് ഒരു പാർലമെന്ററി സംയുക്ത സമിതി രൂപീകരിക്കുകയാണ്. അതായത് പാർലമെന്റിന്റെ ഈ രണ്ട് സഭകളിലുമുള്ള കുറച്ച് അംഗങ്ങൾ ചേർന്ന ഒരു സംയുക്ത സമിതി ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചു. ആ സംയുക്ത സമിതിയുടെ ആകെ അംഗസംഖ്യ 45. ആ പാർലമെന്ററി സംയുക്ത സമിതിയുടെ ആകെ അംഗസംഖ്യ 45. ആ 45 അംഗങ്ങളിൽ 30 അംഗങ്ങൾ ലോക്സഭയിൽ നിന്നുള്ള അംഗങ്ങളും ബാക്കിയുള്ള 15 അംഗങ്ങൾ രാജ്യസഭയിൽ നിന്നുള്ള അംഗങ്ങളുമാണ്.
അപ്പൊ പറഞ്ഞു വന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ആദ്യം ലോക്സഭ പാസാക്കി, ആ നിയമം രാജ്യസഭ പാസാക്കിയില്ല. എന്നാൽ രാജ്യസഭ ഭേദഗതി വരുത്തി പാസാക്കിയ നിയമം ലോക്സഭ പാസാക്കാൻ തയ്യാറായില്ല. അപ്പൊ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ വന്നതിനെ തുടർന്ന് ഒരു പാർലമെന്ററി സംയുക്ത സമിതി രൂപീകരിച്ചു. അതിന്റെ ആകെ അംഗസംഖ്യ 45 ആ 45 അംഗങ്ങളിൽ 30 പേർ ലോക്സഭയിൽ നിന്നുള്ള അംഗങ്ങളും 15 പേർ രാജ്യസഭയിൽ നിന്നുള്ള അംഗങ്ങളുമായിരുന്നു. ഈ 45 പേരടങ്ങിയ സംയുക്ത സമിതിയുടെ ചെയർമാനാണ് രേണു ചക്രവർത്തി. ആരായിരുന്നു? 45 പേരടങ്ങിയ സംയുക്ത സമിതിയുടെ അധ്യക്ഷ ആരായിരുന്നു? രേണു ചക്രവർത്തി ആയിരുന്നു. ഈ രേണു ചക്രവർത്തി അധ്യക്ഷയായ സംയുക്ത സമിതി ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ ഈ റിപ്പോർട്ട് നമ്മുടെ ലോക്സഭയും രാജ്യസഭയും അംഗീകരിക്കാൻ തയ്യാറായില്ല. അപ്പൊ മനസ്സിലാക്കണം, വളരെ പ്രധാനപ്പെട്ട നിയമമാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് സ്ത്രീധന നിരോധന നിയമം. അത് നമ്മൾ വിചാരിക്കുന്ന കണക്ക് അത്ര എളുപ്പത്തിന് പാസ്സാക്കിയ ഒരു നിയമമല്ല. കുറെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഒടുവിൽ പാസ്സാക്കിയെടുത്ത നിയമമാണ്. ആദ്യം ഇത് ലോക്സഭ പാസ്സാക്കുകയും ആ ലോക്സഭ പാസ്സാക്കിയ നിയമം രാജ്യസഭ ഭേദഗതി വരുത്തി പാസ്സാക്കുകയും ചെയ്തു. ആ ഭേദഗതി വരുത്തിയത് ലോക്സഭ അംഗീകരിക്കാതെ വന്നപ്പോൾ സംയുക്ത സമിതി രൂപീകരിക്കുകയും സംയുക്ത സമിതിയുടെ നിർദ്ദേശങ്ങൾ പോലും ഈ ഇരു സഭകളും അംഗീകരിക്കാത്ത അവസ്ഥ വന്നു. അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുകയാണ്. ഇപ്പൊ ചോദ്യം വരാം, ഇന്ത്യയുടെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ആദ്യമായി വിളിച്ചു കൂട്ടിയത് ഏത് നിയമം പാസ്സാക്കാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കാനാണ്. അങ്ങനെ ആദ്യമായി ഇന്ത്യയിൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുകയാണ്. ഏത് നിയമം പാസ്സാക്കാൻ? സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കാൻ. അങ്ങനെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടിയത് എന്നാന്ന് ചോദിച്ചാൽ 1961 മെയ് 6, 9 തീയതികളിൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടി. ആ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ MA അയ്യങ്കാർ ആണ്. നമുക്കറിയാം, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടാൻ അധികാരമുള്ള വ്യക്തി ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. എന്നാൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭ സ്പീക്കറായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടിയപ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു? അധ്യക്ഷൻ MA അയ്യങ്കാർ ആയിരുന്നു. എന്നാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ആദ്യമായി വിളിച്ചുകൂട്ടിയത്? 1961 മെയ് 6, മെയ് 9 തീയതികളിലാണ്. തുടർന്ന് ഈ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ തുടർന്ന് ഈ രണ്ട് സഭകളും എന്ത് ചെയ്യാണ്? സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ സ്ത്രീധന നിരോധന നിയമം സംയുക്ത സമ്മേളനത്തിന് ശേഷം രാഷ്ട്രപതി ഒപ്പുവെച്ചത് 1961 മെയ് 20 എന്നാണ് രാഷ്ട്രപതി ഒപ്പുവെച്ച് 1961 മെയ് 20 എന്ത് ചെയ്യാണ്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ തുടർന്ന് സ്ത്രീധന നിരോധന നിയമത്തിൽ നമ്മുടെ രാഷ്ട്രപതി എന്ത് ചെയ്യാണ്? ഒപ്പുവെക്കുകയാണ് ചെയ്തത്. അന്ന് രാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായിട്ടുള്ള രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അതിൽ ഒപ്പുവെച്ചത്. ഇനി ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ 1961 ജൂലൈ 1 ഇന്ത്യയിൽ എന്നാണ് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1961 ജൂലൈ 1 1961 നിലവിൽ വന്ന സ്ത്രീധന നിരോധന നിയമത്തെ 2 തവണ ഭേദഗതി ചെയ്തു. ഒരു നിയമമാണ് 61 വന്നേ, ആ നിയമത്തിനെ 2 തവണ ഭേദഗതി ചെയ്തു. ഏതൊക്കെ വർഷം? 1984 1986 നിയമത്തിനെ ഭേദഗതി ചെയ്തു. സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് എങ്കിൽ ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഇരിക്കുന്ന സമയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമമായിട്ടുള്ള സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കുന്നത്. ഈ സ്ത്രീധന നിരോധന നിയമത്തെ 2 തവണ ഭേദഗതി ചെയ്തു. 84, 86. അതിനിടയ്ക്ക് ഒരു വർഷമുണ്ട് 1985. 85 സ്ത്രീധന നിരോധന ചട്ടങ്ങൾ ഇറങ്ങിയത്, അല്ലെങ്കിൽ റൂൾസ് ഇറങ്ങിയത്. ഒരു നിയമം അത് പ്രാവർത്തികമാക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് ഇറങ്ങണം. സ്ത്രീധന നിരോധന നിയമം വന്നത് 1961 ആ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങളല്ല അഥവാ റൂൾസ് ഇറങ്ങിയത് 1985. അപ്പം ഭേദഗതി 84, 86. ഇടയ്ക്കുള്ള 85 എന്തിറങ്ങി? റൂൾസ് അല്ലെങ്കിൽ ചട്ടങ്ങൾ ഇറങ്ങി. ഇനി കേന്ദ്ര സർക്കാർ ഇറക്കിയ സ്ത്രീധന നിരോധന നിയമത്തെ തുടർന്ന് അത് സംസ്ഥാനത്ത് പ്രാവർത്തികമാക്കാനായിട്ട് സംസ്ഥാന സർക്കാരും സ്ത്രീധന നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് ഇറക്കി അഥവാ ചട്ടങ്ങൾ ഇറക്കി. കേരളത്തില് സംസ്ഥാന സർക്കാർ റൂൾസ് ഇറക്കിയത് 1997 എന്നാണ്. 1997 സംസ്ഥാന സർക്കാർ ഇറക്കിയ 1997 റൂൾസിന്
കുറച്ച് പരിഷ്കരിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ഭേദഗതി വരുത്തി. എന്നാണ് സംസ്ഥാന സർക്കാർ ഇറക്കിയ റൂൾസ് ഭേദഗതി ചെയ്തതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പരിഷ്കരിച്ചതെന്ന് ചോദിച്ചാൽ 2004 ഓക്കെ ആണോ? നമ്മൾ കുറച്ച് വർഷങ്ങൾ പറഞ്ഞായിരുന്നു. സ്ത്രീധന നിരോധന നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 1961 നിലവിൽ വന്ന ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ 1 സ്ത്രീധന നിരോധന നിയമം ഇന്ത്യയിൽ വരുന്നത്. ഈ 61 നിയമത്തിനെ 2 തവണ ഭേദഗതി ചെയ്തു. 1984 1986 ഇതിനിടയ്ക്കുള്ള വർഷമായിട്ടുള്ള 1985 സ്ത്രീധന നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങൾ അഥവാ റൂൾസ് ഇറക്കിയത്. ഇനി കേരള സർക്കാർ, സംസ്ഥാന സർക്കാർ റൂൾസ് ഇറക്കിയത് 1997 സംസ്ഥാന സർക്കാർ ഇറക്കിയ റൂൾസിനെ ഭേദഗതി ചെയ്തത് 2004 നമ്മൾ സ്ത്രീധന നിരോധന നിയമത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എന്താണ് സ്ത്രീധനം എന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഈ നിയമത്തിൽ എങ്ങനെയാണ് സ്ത്രീധനത്തെ നിർവചിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് സ്ത്രീധനം, അല്ലെങ്കിൽ ആര് നൽകുന്നതാണ് സ്ത്രീധനം, എപ്പോൾ നൽകുന്നതാണ് സ്ത്രീധനം, എങ്ങനെ, എന്ത് വസ്തുവിനെയാണ് നമ്മൾ സ്ത്രീധനം എന്ന് വിളിക്കുന്നത്, അതെല്ലാം നമുക്ക് നിർവചനം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിയമത്തിലുള്ള നിർവചനത്തിനെ നമുക്ക് 4 ഗ്രൂപ്പ് അല്ലെങ്കിൽ 4 പോയിന്റ് ആയിട്ട് തിരിക്കാം. ഇതിൽ ആദ്യം പറയുന്നത് ആര് കൊടുക്കുന്നതാണ് സ്ത്രീധനം. ആര് കൊടുക്കുന്നതാണ് സ്ത്രീധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരനോ വധുവോ അല്ലെങ്കിൽ വരന്റെയോ വധുവിന്റെയോ ബന്ധുക്കൾ, ഒന്നുകിൽ വരനോ അല്ലെങ്കിൽ വധുവോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ നൽകുന്ന എല്ലാ വസ്തുക്കളെയും നമുക്ക് എന്തെന്ന് പറയാം, സ്ത്രീധനം എന്ന് പറയും. അപ്പൊ ആര് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരനോ വധുവോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ. രണ്ടാമത്തെ പോയിന്റ്, എപ്പോൾ കൊടുക്കുന്നതാണ് സ്ത്രീധനം, എപ്പോൾ നൽകുന്നതാണ്, വിവാഹ സമയത്തോ അതിനു മുൻപോ പിൻപോ, വിവാഹം നടക്കുന്ന സമയത്തോ അതിനു മുൻപോ അല്ലെങ്കിൽ അതിന് ശേഷമോ അതിന് പിൻപോ കൊടുക്കുന്ന വസ്തുക്കളെ നമുക്ക് എന്തെന്ന് വിളിക്കാം, സ്ത്രീധനം എന്ന് വിളിക്കാം. ഇനി മൂന്നാമത്തത്, എങ്ങനെ നൽകുന്നതാണ് സ്ത്രീധനം, അത് പ്രത്യക്ഷമായി നൽകിയാലും പരോക്ഷമായി നൽകിയാലും എന്താണ്, സ്ത്രീധനമാണ്. നാലാമത്തെ പോയിന്റ്, അങ്ങനെ ഈ ഒരു വ്യവസ്ഥയിൽ വരനോ വധുവോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ വിവാഹ സമയത്തോ മുൻപോ പിൻപോ പ്രത്യക്ഷമായോ പരോക്ഷമായോ കൈമാറുന്നത് അല്ലെങ്കിൽ കൈമാറാമെന്ന് സമ്മതിക്കുന്ന വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളെയും എന്തെന്ന് പറയാം, സ്ത്രീധനം എന്ന് വിളിക്കാം. അതായത് കൈമാറുന്നത് അല്ലെങ്കിൽ കൈമാറാമെന്ന് സമ്മതിക്കുന്ന എങ്ങനത്തെ വസ്തുക്കൾ, വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് എന്തെന്ന് പറയാം, സ്ത്രീധനം എന്ന് വിളിക്കാം. ഈ പറഞ്ഞ 4 പോയിന്റാണ് സ്ത്രീധനം എന്നതിന്റെ നിർവചനം. ഇപ്പൊ സ്ത്രീധനം എന്താണ് എന്നാണ് നമ്മളിപ്പോൾ നിർവചനം നൽകിയത്. ഇനി എന്തൊക്കെയാണ് സ്ത്രീധനത്തിന്റെ, ഏതെല്ലാം സമ്മാനങ്ങൾ, ഏതൊക്കെ വസ്തുക്കളാണ് സ്ത്രീധനത്തിന്റെ പരിധിയിൽ വരുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വിവാഹവുമായി ബന്ധപ്പെട്ട് വധുവരന്മാർക്ക് നൽകുന്ന ഉപഹാരങ്ങൾ സ്ത്രീധനത്തിന്റെ പരിധിയിൽ വരുന്നു. വിവാഹ സമയത്ത് വധുവിനും വരനും ലഭിക്കുന്ന സമ്മാനങ്ങളും ഉപഹാരങ്ങളും ഏത് നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്, സ്ത്രീധന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. പക്ഷെ ആ വ്യവസ്ഥയിൽ ഒരു കണ്ടീഷൻ അവർ പറയുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാൽ യാതൊരു അഭ്യർത്ഥനയും കൂടാതെ നൽകുന്ന സമ്മാനങ്ങൾ, വരനോ വധുവോ യാതൊരുവിധ അഭ്യർത്ഥനയും കൂടാതെ നൽകുന്ന സമ്മാനങ്ങളൊന്നും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ല. നമ്മളൊരു വിവാഹ സമയത്ത് ലഭിക്കുന്ന സമ്മാനങ്ങളൊന്നും അഭ്യർത്ഥനയോടുകൂടി നൽകുന്നതല്ല. അല്ലാതെ അഭ്യർത്ഥനയോടുകൂടി നൽകുന്ന എന്തെങ്കിലും സമ്മാനങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്തിന്റെ പരിധിയിൽ വരും, സ്ത്രീധന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരും. അപ്പൊ അഭ്യർത്ഥനയോടെ നൽകാതെ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം യാതൊരു അഭ്യർത്ഥനയും ഇല്ലാതെ നൽകുന്ന സമ്മാനങ്ങളൊന്നും സ്ത്രീധന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. ഇത്തരം ഉപഹാരങ്ങളുടെ വിവരങ്ങൾ അടങ്ങിയ ഒരു ലിസ്റ്റ് തയ്യാറാക്കി കൈവശം സൂക്ഷിച്ചിരിക്കണം. അതായത് വധുവോ വരനോ ഒരു അഭ്യർത്ഥനയും കൂടാതെ നൽകിയ അല്ലെങ്കിൽ അവരുടെ അഭ്യർത്ഥന ഇല്ലാതെ നൽകപ്പെട്ട സമ്മാനമാണെന്ന് നമ്മൾ തെളിയിക്കണമെങ്കിൽ അത്തരം ഉപഹാരങ്ങളുടെ ഒരു ലിസ്റ്റ് വധുവിന്റെയോ വരന്റെയോ കൈവശം നിർബന്ധമായി ഉണ്ടായിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്. ആ ലിസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ, വിവാഹം നടക്കുന്ന സമയത്തോ വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെയോ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കണം. വിവാഹം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ഉടനെയോ അത്തരം ഉപഹാരങ്ങളുടെ അഭ്യർത്ഥനയൊന്നും ഇല്ലാതെ നൽകിയ ഉപഹാരങ്ങളുടെ ലിസ്റ്റ് കൈവശം ഉണ്ടായിരിക്കണം. ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. സമ്മാനങ്ങളുടെ ചെറു വിവരണം, എന്ത് സമ്മാനമാണോ ലഭിച്ചത്, ആ ഒരു ഉപഹാരമായിട്ട് ലഭിച്ചത് എന്താണോ അതിന്റെ ഒരു ചെറു വിവരണം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ, ആ സമ്മാനങ്ങളുടെ വില, കറക്റ്റ് വില അറിയാൻ പറ്റിയില്ലെങ്കിലും ഏകദേശ കമ്പോള വില എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ, ആ സമ്മാനം നൽകിയ വ്യക്തിയും വ്യക്തിയുടെ പേരും ആ വ്യക്തി വധുവരന്മാർ എന്നിവരുമായിട്ടുള്ള ബന്ധം. എന്തെങ്കിലും ഒരു ബന്ധത്തിന്റെ പുറത്തായിരിക്കും ആ ഒരു വ്യക്തി ഒരു അഭ്യർത്ഥനയും കൂടാതെ വധുവിനും വരവനും ആ ഒരു ഗിഫ്റ്റ് നൽകിയത് അല്ലെങ്കിൽ ആ ഒരു ഉപഹാരം നൽകിയത്. അപ്പൊ എന്താണ് ഈ ഗിഫ്റ്റ് നൽകിയ ഉപഹാരം നൽകിയ വ്യക്തിയും വധുവും വരനും തമ്മിലുള്ള ബന്ധം
എന്താണെന്ന് ചെറുതായിട്ട് എന്ത് ചെയ്യണം, അവിടെ ഒന്ന് മെൻഷൻ ചെയ്യണം. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ആ ലിസ്റ്റിന്റെ ഏറ്റവും അവസാനം വധുവിന്റെയും വരന്റെയും ഒപ്പ് അല്ലെങ്കിൽ വിരലടയാളം ഉണ്ടായിരിക്കണം. എന്ത് വേണം? വധുവിന്റെയും വരന്റെയും ഒപ്പ് ഉണ്ടായിരിക്കണം. മറ്റൊരു വ്യവസ്ഥയാണ് വിവാഹത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും ബന്ധുവിന്റെ ഒപ്പ് ഉണ്ടായിരിക്കണം. നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? സ്ത്രീധന നിരോധനത്തിന്റെ പരിധിയിൽ വരുന്നതാണ് വിവാഹ സമയത്ത് ലഭിക്കുന്ന ഉപഹാരങ്ങൾ. എന്നാൽ യാതൊരു അഭ്യർത്ഥനയും ഇല്ലാതെ ലഭിക്കുന്ന ഉപഹാരങ്ങൾ ഇതിന്റെ പരിധിയിൽ വരുന്നില്ല. അങ്ങനെയുള്ള ഉപഹാരങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കണം എന്നാണ് പറഞ്ഞത്. ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. എന്ത് ഉപഹാരമാണോ ലഭിച്ചത് അതിന്റെ ഒരു ചെറു വിവരണം ഉണ്ടായിരിക്കണം. അതിനുശേഷം സമ്മാനത്തിന്റെ, ആ ഉപഹാരത്തിന്റെ ഏകദേശ കമ്പോള വില ഉണ്ടായിരിക്കണം. അതിനുശേഷം ഈ സമ്മാനം നൽകിയ വ്യക്തിയും വധുവും വരനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യണം. പിന്നെ വധുവിന്റെയും വരന്റെയും ഒപ്പുണ്ടായിരിക്കണം. ഇത് നൽകി എന്ന് കണ്ട ഒരു വിവാഹത്തിന് പങ്കെടുത്ത ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ ഒപ്പുണ്ടായിരിക്കണം. ഇത് നിയമത്തിൽ അനുശാസിക്കുന്നതാണ്. ഇത്തരം നിയമങ്ങളും മറ്റു സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വ്യവസ്ഥകളും, കേരള PSC ചോദിക്കുന്ന എല്ലാ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വ്യവസ്ഥകളും സിലബസ് ഓറിയന്റഡ് ആയിട്ട് ദിശ PSCയുടെ ഈ ക്ലാസ് റൂം എന്ന ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ നൽകിയിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക. നമുക്ക് ബാക്കി സ്ത്രീധന നിരോധന നിയമത്തിലെ ബാക്കി വ്യവസ്ഥകൾ ഇനി എന്തൊക്കെയാണുള്ളതെന്നൊന്ന് ചർച്ച ചെയ്യാം. മുസ്ലിം വ്യക്തി നിയമത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ് മെഹർ സംവിധാനം. എന്താണ് മെഹർ സംവിധാനം? മുസ്ലിം വ്യക്തി നിയമത്തിലെ മെഹർ സംവിധാനം എന്ന് പറയുന്ന വ്യവസ്ഥ സ്ത്രീധന നിരോധന നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് മെഹർ സംവിധാനം എന്തിന്റെ പരിധിയിൽ വരുന്നതല്ല? സ്ത്രീധന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. എന്നാൽ ഹിന്ദു സ്ത്രീകൾക്ക് വിവാഹ സമയത്ത് ലഭിക്കുന്ന എല്ലാ സമ്മാനങ്ങളും സ്ത്രീധനത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. മുസ്ലിം വ്യക്തി നിയമത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള എന്തിനെ എവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്? മെഹർ സംവിധാനത്തെ സ്ത്രീധന നിരോധന നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഹിന്ദു സ്ത്രീകൾക്ക് വിവാഹ സമയത്ത് ലഭിക്കുന്ന എല്ലാ സമ്മാനങ്ങളും സ്ത്രീധനത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഈ സമ്മാനങ്ങളുടെ സൂക്ഷിപ്പുകാരൻ മാത്രമായിരിക്കും ആര്? ഭർത്താവ്. ഓക്കെ ആണല്ലോ? ഭാര്യ ആവശ്യപ്പെടുന്ന സമയത്ത് ആ ലഭിച്ച സമ്മാനങ്ങൾ ഭാര്യ എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് ആ സമയത്ത് ഭർത്താവ് തിരികെ നൽകിയിരിക്കണം. നമ്മൾ പറഞ്ഞു ആ സമ്മാനങ്ങളുടെ സൂക്ഷിപ്പുകാരൻ മാത്രമാണ് ഭർത്താവ്. എപ്പോഴാണോ ഭാര്യ ആവശ്യപ്പെടുന്നത് ആ സമയത്ത് എന്ത് ചെയ്യണം? ഭർത്താവ് ഈ സമ്മാനങ്ങൾ തിരികെ നൽകിയിരിക്കണം. ഇനി സ്ത്രീധനം വാങ്ങുകയും, നമ്മൾ സ്ത്രീധന നിരോധന നിയമം പഠിക്കുന്ന സമയത്ത് സ്ത്രീധനം വാങ്ങിയാലോ കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശിക്ഷ ലഭിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കുറ്റങ്ങളും അതിന്റെ ശിക്ഷയും നമുക്കൊന്ന് പഠിക്കാം. അതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റമാണ് സ്ത്രീധനം വാങ്ങുകയോ വാങ്ങാൻ പ്രേരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ. ഒന്നുകിൽ സ്ത്രീധനം വാങ്ങുക, അല്ലെങ്കിൽ സ്ത്രീധനം വാങ്ങാനായി എന്ത് ചെയ്യുക? പ്രേരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു ശിക്ഷയാണ്. എന്താണ് ശിക്ഷ? 5 വർഷം തടവും സ്ത്രീധനത്തിന് തുല്യമായ തുകയോ അല്ല എങ്കിൽ 15,000 രൂപയോ ഏതാണോ കൂടുതൽ അത് പിഴ ലഭിക്കുന്നതാണ്. ഇപ്പൊ സ്ത്രീധനം ഒരു വ്യക്തി വാങ്ങുകയോ അല്ലെങ്കിൽ വാങ്ങാൻ പ്രേരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 5 വർഷം തടവ് ശിക്ഷയും ഒന്നുകിൽ സ്ത്രീധനത്തിന് തുല്യമായിട്ടുള്ള തുക പിഴയും അല്ല എങ്കിൽ എത്ര രൂപയായിരിക്കും? 15,000 രൂപ പിഴയും സാധ്യമാണ്. എന്നാൽ സ്ത്രീധനം ആവശ്യപ്പെട്ടാലുള്ള ശിക്ഷ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മാസം മുതൽ 2 വർഷം വരെ, 6 മാസം മുതൽ 2 വർഷം വരെ തടവും 10,000 രൂപ പിഴയും ലഭ്യമാണ്. ഓക്കെ ആണല്ലോ? 2 കുറ്റങ്ങളാണ് പറഞ്ഞത്, അതിന്റെ ശിക്ഷയും പറഞ്ഞു. ആദ്യത്തെ കുറ്റം എന്തായിരുന്നു? സ്ത്രീധനം വാങ്ങുകയോ വാങ്ങാൻ പ്രേരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 5 വർഷം തടവും സ്ത്രീധനത്തിന് തുല്യമായ തുകയോ 15,000 രൂപയോ പിഴയായി ലഭിക്കും. രണ്ടാമത്തെ കുറ്റം സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ, വാങ്ങിയില്ല, ആവശ്യപ്പെട്ടാൽ 6 മാസം മുതൽ 2 വർഷം വരെ തടവും 10,000 രൂപയും പിഴ ലഭ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമാണ് തൻ്റെ മകനെയോ മകളെയോ വിവാഹം കഴിക്കുന്നവർക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്ത് ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകിയാൽ. അതായത് നോർത്ത് ഇന്ത്യസ്, നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ അത് നമുക്ക് കണ്ടുപരിചയമില്ലാത്ത ഒരു വ്യവസ്ഥയാണ്. എന്നാൽ നമ്മൾ വടക്കോട്ട് പോണ സമയത്ത് തൻ്റെ മകനെയോ മകളെയോ വിവാഹം കഴിക്കുന്നവർക്ക് ഇത്ര രൂപ നൽകാം, അല്ലെങ്കിൽ ഇന്ന സാധനം നൽകാം, അങ്ങനെ ഒരു സമ്മാനം ഓഫർ ചെയ്ത് കഴിഞ്ഞ്, അങ്ങനെ ഒരു സമ്മാനം ഓഫർ ചെയ്തുകൊണ്ട് ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെ എന്ത് നൽകിയാൽ? പരസ്യം നൽകിയാൽ എന്താണ് ശിക്ഷ? 6 മാസം മുതൽ 5 വർഷം വരെ തടവും പിഴയും ലഭ്യമാണ്. ഇനി മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ്, ഒരു സ്ത്രീയിൽ നിന്ന് ഒരു സമ്മാനമോ സ്ത്രീധനമോ വാങ്ങിക്കഴിഞ്ഞാൽ എപ്പോ തിരികെ നൽകണം? എപ്പോഴാണ് ഇത് കൃത്യമായി തരും? വാങ്ങുന്നത് തെറ്റാണ്,
എന്നാൽ അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്ര സമയപരിധിയിൽ ഇന്ന സമയപരിധിക്കുള്ളിൽ തിരികെ നൽകണം എന്ന് നിയമത്തിൽ അനുശാസിക്കുന്നുണ്ട്. അതിനൊരു 3 കണ്ടീഷൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, വിവാഹത്തിന് മുൻപ് വാങ്ങിയ സ്ത്രീധനം വിവാഹത്തിന് മുൻപാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ നൽകിയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് വിവാഹ സമയത്തോ അതിനുശേഷമോ ആണ് കൈപ്പറ്റിയതെങ്കിൽ കൈപ്പറ്റിയ അന്നു മുതൽ അല്ലെങ്കിൽ കൈപ്പറ്റിയ തീയതി മുതൽ 3 മാസത്തിനകം അത് നൽകിയിരിക്കണം. ഓക്കെ ആണോ? അപ്പൊ വിവാഹത്തിന് മുൻപാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ, വിവാഹ സമയത്തോ അതിനുശേഷമോ ആണെങ്കിൽ എന്നാണോ കൈപ്പറ്റിയത് അന്ന് ആ തീയതി മുതൽ 3 മാസത്തിനകത്ത്. ഇനി അടുത്ത വ്യവസ്ഥയാണ്, സ്ത്രീ മൈനർ ആണെങ്കിൽ, ഇത് വാങ്ങുന്ന സമയത്ത് സ്ത്രീക്ക് 18 വയസ്സ് പൂർത്തീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ സ്ത്രീ മൈനർ ആണെങ്കിൽ സ്ത്രീക്ക് 18 വയസ്സ് തികഞ്ഞ് 3 മാസത്തിനുള്ളിൽ വാങ്ങിയ സാധനം അല്ലെങ്കിൽ സ്ത്രീധനം തിരികെ നൽകിയിരിക്കണം. വാങ്ങുന്നത് തെറ്റാണ്. നമ്മളിവിടെ പറയുന്നുണ്ട് സ്ത്രീ മൈനർ ആണെന്ന് പറയുന്നു, അത് അതിനേക്കാൾ വലിയൊരു തെറ്റാണ്. പക്ഷെ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ഇത്ര സമയപരിധിക്കുള്ളിൽ തിരികെ നൽകിയിരിക്കണം എന്ന വ്യവസ്ഥ നിയമത്തിൽ തന്നെ അനുശാസിക്കുന്നുണ്ട്. ആ പറയുന്ന കണ്ടീഷനാണ് വിവാഹത്തിന് മുൻപാണെങ്കിൽ വിവാഹത്തിന് ശേഷം 3 മാസത്തിനുള്ളിൽ, സമയത്തോ വിവാഹത്തിന് ശേഷമോ ആണെങ്കിൽ വാങ്ങിയ അന്നു മുതൽ 3 മാസത്തിനകത്ത്. സ്ത്രീ മൈനർ ആണെങ്കിൽ സ്ത്രീക്ക് 18 വയസ്സ് തികഞ്ഞ് എത്ര മാസത്തിനുള്ളിൽ? 3 മാസത്തിനുള്ളിൽ. ഈ സമയപരിധിക്കുള്ളിൽ നൽകിയില്ല എങ്കിൽ അതിന് ലഭ്യമാകുന്ന ശിക്ഷ 6 മാസം മുതൽ 2 വർഷം വരെ തടവും പിഴയുമാണ്. ക്ലിയർ ആണോ? ഈ പറഞ്ഞ 3 മാസം എന്ന് പറയുന്ന ആ ഒരു സമയപരിധിക്കുള്ളിൽ വാങ്ങിയ സാധനം തിരികെ നൽകിയിരിക്കണം. ഇല്ല എങ്കിലുള്ള ശിക്ഷയാണ് 6 മാസം മുതൽ 2 വർഷം വരെ തടവും ലഭ്യമാണ്, പിഴയും ലഭ്യമാണ്. ക്ലിയർ ആണോ? ഇനി അടുത്ത പോയിന്റ്, സ്ത്രീ മരണപ്പെടുകയാണെങ്കിൽ നിയമാനുസൃതമായ പിന്തുടർച്ചാവകാശിക്ക് സ്ത്രീധനം കൈമാറും. ഈ കൈമാറുന്ന സമയത്ത് സ്ത്രീ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇത് ആർക്ക് കൈമാറണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമാനുസൃതമായിട്ടുള്ള പിന്തുടർച്ചാവകാശിക്ക് വാങ്ങിയ സാധനം തിരികെ നൽകിയിരിക്കണം. കേരളത്തിലെ സ്ത്രീധന നിരോധന ചട്ടങ്ങൾ പ്രകാരം 2007 ഓഗസ്റ്റ് 1 മുതൽ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും താൻ സ്ത്രീധനം വാങ്ങാതെയാണ് വിവാഹം കഴിക്കുന്നത് എന്ന സത്യവാങ്മൂലം അതാത് വകുപ്പ് മേധാവിക്ക് നൽകിയിരിക്കണം. നമ്മൾ പറഞ്ഞായിരുന്നു കേരളത്തില് സംസ്ഥാന സർക്കാർ സ്ത്രീധന നിരോധന ചട്ടങ്ങൾ ഇറക്കിയത് 1997 97 സംസ്ഥാന സർക്കാർ ഇറക്കിയ റൂൾസ് 2004 ഭേദഗതി ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ 97 ഇറക്കിയ റൂള് പ്രകാരം 2007 ഓഗസ്റ്റ് 1 മുതൽ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും താൻ സ്ത്രീധനം വാങ്ങാതെയാണ് വിവാഹം കഴിച്ചത് എന്ന സത്യവാങ്മൂലം ആർക്ക് നൽകിയിരിക്കണം? വകുപ്പ് മേധാവിക്ക് നൽകിയിരിക്കണം. അല്ലാത്ത പക്ഷം ആ വ്യക്തിക്കെതിരെ നടപടി എടുക്കാനുള്ള അധികാരം അതാത് വകുപ്പ് മേധാവികൾക്ക് ഉണ്ടായിരിക്കും. ഈ നൽകുന്ന സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ സത്യവാങ്മൂലത്തിൽ ഭാര്യയുടെ ഒപ്പുണ്ടായിരിക്കണം, രണ്ടാമത്തത് അച്ഛന്റെ ഒപ്പുണ്ടായിരിക്കണം, മൂന്നാമത്തത് ഭാര്യാപിതാവിന്റെ ഒപ്പുണ്ടായിരിക്കണം. ഈ 3 ഒപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സത്യവാങ്മൂലം സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ആരുടെയൊക്കെ ഒപ്പ്? 1 ഭാര്യയുടെ ഒപ്പ്, 2 അച്ഛന്റെ ഒപ്പ്, 3 ഭാര്യാപിതാവിന്റെ ഒപ്പ് ആ സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരിക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഭർതൃഗൃഹത്തിൽ വെച്ച സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചാൽ സ്ത്രീധന മരണമായി കണക്കാക്കാം. വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഭർതൃഗൃഹത്തിൽ വെച്ച സ്ത്രീ ഏതെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് എന്തുമായി ബന്ധപ്പെട്ടുള്ള മരണമായി കണക്കാക്കാം? സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള മരണമായി കണക്കാക്കാം. അങ്ങനെ 7 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള മരണമായി കണക്കാക്കാം. അങ്ങനെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള മരണത്തിന് ലഭിക്കാവുന്ന ശിക്ഷ ചോദിച്ചാൽ 7 വർഷം മുതൽ 7 വർഷം മുതൽ മാക്സിമം എന്തുവരെ കിട്ടാം? ജീവപര്യന്തം വരെ ശിക്ഷ ലഭ്യമാണ്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള മരണം സംഭവിച്ചു കഴിഞ്ഞാലുള്ള ശിക്ഷ എന്താണ്? 7 വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷയാണ്. സ്ത്രീധന മരണമായി എന്തിനേയും കണക്കാക്കുന്നുണ്ട്? ഭർതൃഗൃഹത്തിൽ വെച്ച് വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ അസ്വാഭാവികമായി മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീധന മരണമായി കണക്കാക്കാം. സ്ത്രീധന മരണത്തിന് ലഭിക്കുന്ന ശിക്ഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 വർഷം മുതൽ ജീവപര്യന്തം വരെയാണ് സ്ത്രീധന മരണത്തിനുള്ള ശിക്ഷ.
സംസ്ഥാന സർക്കാരിന് സ്ത്രീധന നിരോധന ഓഫീസറിനെ നിയമിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീധന നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ആരുണ്ടായിരിക്കണം? എല്ലാ ജില്ലകളിലും ഒരു സ്ത്രീധന നിരോധന ഓഫീസർ ഉണ്ടായിരിക്കണം. ഈ സ്ത്രീധന നിരോധന ഓഫീസറെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? അത് സംസ്ഥാന സർക്കാരിനാണ്. ഇപ്പൊ എല്ലാ ജില്ലയിലും സംസ്ഥാന സർക്കാർ ആരെ നിയമിക്കുന്നു? ഒരു സ്ത്രീധന നിരോധന ഓഫീസറിനെ നിയമിക്കുന്നു. ഈ സ്ത്രീധന നിരോധന ഓഫീസർ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുറച്ച് ചുമതലകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക. 1961 ഇന്ത്യയിൽ പാസാക്കിയ സ്ത്രീധന നിരോധന നിയമത്തിലെ എല്ലാ വ്യവസ്ഥകളും പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഈ മേൽ പറഞ്ഞ സ്ത്രീധന നിരോധന ഓഫീസറാണ്. രണ്ടാമത്തെ ചുമതല സ്ത്രീധനം വാങ്ങുന്നതും ആവശ്യപ്പെടുന്നതും തടയുക. ഏതെങ്കിലും ഒരു വ്യക്തി സ്ത്രീധനം വാങ്ങുകയോ ആവശ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് തടയാനായിട്ടുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഈ പറഞ്ഞ സ്ത്രീധന നിരോധന ഓഫീസർക്കുണ്ട്. മൂന്നാമത്തെ ചുമതല കുറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക. സ്ത്രീധനം വാങ്ങി അല്ലെങ്കിൽ സ്ത്രീധനം കൊടുത്തു, അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ ശേഖരിക്കണം. അത് ആരുടെ ചുമതലയാണ്? ഈ പറഞ്ഞ സ്ത്രീധന നിരോധന ഓഫീസറിന്റെ ചുമതലയാണ്. ഈ സ്ത്രീധന നിരോധന ഓഫീസറിനെ ആരാണ് നിയമിക്കുന്നത്? അത് സംസ്ഥാന സർക്കാരായിരിക്കും. സ്ത്രീധന നിരോധന ഓഫീസർക്ക് നിർദ്ദേശം നൽകാനായി ഒരു ഉപദേശക സമിതിയെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുന്നു. എല്ലാ ജില്ലയിലും സംസ്ഥാന സർക്കാർ ഒരു സ്ത്രീധന നിരോധന ഓഫീസറിനെ നിയമിച്ചു. അദ്ദേഹത്തിന്റെ 3 ചുമതലകളും നമ്മൾ പറഞ്ഞായിരുന്നു. ഈ എല്ലാ ജില്ലയിലെയും സ്ത്രീധന നിരോധന ഓഫീസർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാനായി സംസ്ഥാന സർക്കാർ തന്നെ ആരെ നിർമ്മിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്ത് രൂപീകരിച്ചിട്ടുണ്ട്? ഒരു ഉപദേശക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ ഉപദേശക സമിതിയുടെ അംഗസംഖ്യ 5 ആണ്. എത്രയാണ്? 5 ആണ്. 5 അംഗങ്ങൾ അടങ്ങിയ ഉപദേശക സമിതിയിൽ 2 വനിതകൾ ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? ഇപ്പൊ സംസ്ഥാന സർക്കാർ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ നിയന്ത്രിക്കാനായി അല്ലെങ്കിൽ അത് വാങ്ങുന്നതും നൽകുന്നതും എല്ലാം തടയാനായി സ്ത്രീധന നിരോധന ഓഫീസറിനെ നിയമിക്കുകയും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ ഒരു ഉപദേശക സമിതി ഉണ്ടാക്കുകയും ചെയ്തു. ആ ഉപദേശക സമിതിയുടെ അംഗസംഖ്യയാണ് 5. അതിൽ എത്ര വനിതകൾ ഉണ്ടായിരിക്കണം? 2 വനിതകൾ ഉണ്ടായിരിക്കണം. ഇനി ആരാണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പരിഗണിക്കേണ്ടത്? ഒരു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് താഴെയുള്ള കോടതിക്ക് ഈ കേസുകൾ പരിഗണിക്കാനാവില്ല. സ്ത്രീധന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കേസുകൾ മിനിമം ഏത് കോടതിയാണ് പരിഗണിക്കേണ്ടത്? ഒരു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പരിഗണിക്കേണ്ടത്. പരാതികൾ 30 ദിവസത്തിനകത്ത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയിരിക്കണം. സ്ത്രീധന നിരോധനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് നൽകപ്പെടുന്ന പരാതികൾ എത്ര ദിവസത്തിനുള്ളിൽ? 30 ദിവസത്തിനുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കണം. സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ടുള്ള പരാതി ആർക്ക് നൽകണം, ആര് നൽകണം, എപ്പോൾ നൽകണം, എങ്ങനെ നൽകണം? ഇപ്പൊ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വ്യവസ്ഥകൾ നിയമത്തിൽ തന്നെ അനുശാസിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം. വനിതാ ശിശു വികസന വകുപ്പിന്റെ ജില്ലാ ഓഫീസർക്കോ അല്ലെങ്കിൽ പോലീസിനോ പരാതി നൽകാം. നിങ്ങൾക്ക് സാധാരണ നിലയിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പോലീസിന് നൽകാറുണ്ടെന്ന് നമുക്കറിയാം. അതല്ലാതെ സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ആർക്ക് നൽകാം? വനിതാ ശിശു വികസന ഓഫീസർ അല്ലെങ്കിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ ജില്ലാ ഓഫീസർക്കോ അല്ലെങ്കിൽ ആർക്കോ നൽകാം? പോലീസിനോ പരാതികൾ നൽകാം. പോസ്റ്റലായി പരാതി നൽകാം. നേരിട്ട് പരാതി സമർപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോസ്റ്റലായും നിങ്ങൾക്ക് എന്ത് നൽകാവുന്നതാണ്? പരാതി നൽകാം. പരാതിക്കാരിയുടെ മാതാപിതാക്കൾക്കോ ഏതെങ്കിലും സംഘടനകൾക്കോ പരാതി നൽകാം. പരാതിക്കാരിക്ക് തന്നെ പരാതി നൽകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പരാതിക്കാരിയുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾക്കോ എന്ത് നൽകാൻ സാധിക്കും? പരാതി നൽകാൻ സാധിക്കും. ഇനി പരാതി കിട്ടിയാൽ ജില്ലാ ഓഫീസർ പ്രാഥമിക അന്വേഷണം നടത്തും. പ്രാഥമിക അന്വേഷണം ആർക്ക് നടത്താൻ പറ്റും? ജില്ലാ ഓഫീസർ നടത്തുന്നു. ഭർത്താവ് കുറ്റം നിഷേധിച്ചാൽ അന്വേഷണം പോലീസിന് കൈമാറും. അതായത് പരാതി കിട്ടിയാൽ ജില്ലാ ഓഫീസറാണ് സാധാരണ നിലയിൽ പ്രാഥമിക അന്വേഷണം നടത്താം. ആ പ്രാഥമിക അന്വേഷണം പ്രാഥമിക അന്വേഷണ സമയത്ത് ഭർത്താവ് കുറ്റം നിഷേധിച്ചു കഴിഞ്ഞാൽ ഈ പരാതി ആർക്ക് കൈമാറും? പോലീസിന് കൈമാറുന്നതാണ്. എല്ലാ വെള്ളിയാഴ്ചയിലും പഞ്ചായത്തുകളിൽ നടക്കുന്ന അദാലത്തുകളിൽ പരാതി നൽകാം. പോലീസ് സ്റ്റേഷനിലോ ജില്ലാ ഓഫീസർക്കോ പരാതി നൽകിയില്ല എങ്കിൽ വെള്ളിയാഴ്ച തോറും പഞ്ചായത്തുകളിൽ നടക്കുന്ന അദാലത്തുകളിൽ സ്ത്രീധന നിരോധനവുമായി അല്ലെങ്കിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള എന്ത് നൽകാൻ സാധിക്കും? പരാതി നൽകാൻ സാധിക്കും. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ്
വനിതാ ശിശു വികസന വകുപ്പിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറായ 181 വിളിച്ച് പരാതി നൽകാം. ഇപ്പൊ പോയി പരാതി നൽകാനോ പോസ്റ്റലായി പരാതി നൽകാനോ കഴിഞ്ഞില്ല എങ്കിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പർ ആയിട്ടുള്ള എന്താണ് 181 വിളിച്ച് എന്ത് ചെയ്യാം, കോൾ ചെയ്ത് വിളിച്ച് പരാതി നൽകാം. എന്നാൽ അങ്ങനെ നൽകുന്ന പരാതികൾ നേരിട്ട് ചെന്ന് ഒപ്പിട്ട് നൽകണം. ഓക്കെ ആണോ? മറ്റൊരു പോയിന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. എന്നാണ് സ്ത്രീധന നിരോധന ദിനം എന്ന് ചോദിച്ചാൽ നവംബർ 26 എന്നാണ്. സ്ത്രീധന നിരോധന നിയമം എന്നാണ് നവംബർ 26. നവംബർ 26 PSC പഠിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദിവസം കൂടിയുണ്ട്. നവംബർ 26 ഭരണഘടനാ ദിനവും നിയമദിനവും. ഇപ്പൊ നിയമദിനവും എന്നാണ് നവംബർ 26. ഇപ്പൊ നിയമപരമായി സ്ത്രീധനം നിരോധിച്ചു എന്ന് ആലോചിച്ചാൽ മതി. നിയമപരമായി സ്ത്രീധനം നിരോധിച്ചു. അപ്പൊ നിയമദിനവും സ്ത്രീധന നിരോധന ദിനവും ഒരു ദിവസമാണ്. എന്നാണ് നവംബർ 26. സ്ത്രീധന നിരോധന നിയമം പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട 2 IPC സെക്ഷൻസ് നമ്മൾ പറയുകയാണ്. വിവാഹ സമയത്ത് സ്ത്രീക്ക് ലഭിച്ച സമ്മാനം സ്ത്രീയുടെ സമ്മതമില്ലാതെ മറ്റാവശ്യത്തിന് ഉപയോഗിച്ചാൽ ഏത് IPC സെക്ഷൻ സാധ്യമാണ്? IPC 406 എന്താണ് ചേർക്കാൻ സാധിക്കും. അപ്പൊ എന്താണ്? വിവാഹ സമയത്ത് സ്ത്രീക്ക് ലഭിച്ച സമ്മാനം സ്ത്രീയുടെ സമ്മതമില്ലാതെ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏത് IPC സെക്ഷൻ? IPC 406. എന്നാൽ സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ടുള്ള IPC സെക്ഷൻ ചോദിച്ചാൽ അത് IPC 304B ആണ്. സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ടുള്ള IPC സെക്ഷൻ IPC 304B ആണ്. അതിന്റെ ശിക്ഷ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, എന്തായിരുന്നു? 7 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ. ഇന്ന് നമ്മൾ സ്ത്രീധന നിരോധന നിയമം എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ക്ലാസ് ഏവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മറ്റു ക്ലാസ്സുകൾ ലഭ്യമാകാനായി ദിശ PSCയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ ഇനിയും കണ്ടുമുട്ടാം.